ദീപയുടെ ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. എൻ്റെ എൻ്റെ റെഡ് ഫ്ലാഗ്സ് എനിക്കങ്ങനെ റെഡ് ഫ്ലാഗ്സ് ഒന്നുമില്ലടാ. ഒന്നുമില്ല. ഇല്ല, ഞാൻ ഒരു ഗ്രീൻ ഫോറസ്റ്റ് കാനഡ ടൈം നോ. സ്ക്രിപ്റ്റ് പോലും വായിക്കാണ്ട് യെസ് പറയുകയാണെങ്കിൽ അത് ഏത് ഡയറക്ടർ എന്ന് പറയുന്നത്? ക്രിസ്റ്റഫർ നോളൻ. എനിക്ക് എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് മൈൻഡ് കൊടുക്കാൻ ഇഷ്ടമുള്ളത് ക്ലോതിങ്ങിലാണ്. ഭയങ്കര ഇഷ്ടം എനിക്ക്. ഇങ്ങനെയൊന്നും തള്ളി മറക്കരുത്. ഒറ്റ മിനിറ്റ്, ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കുടിച്ചു. സന്ദീപ് ബാങ്ങറെഡ്ഡി ആ സീൻ കണ്ടപ്പം പുള്ളി ഇമോഷണൽ ആയി എന്നുള്ളത് സാറ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ സീൻ എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്. ആ സമയത്ത് എനിക്ക് അതൊന്ന് ഔട്ട് ആവണമെന്നുണ്ട്. പക്ഷെ പിന്നെ പുള്ളി എൻ്റെ ഒരു സിനിമയും കണ്ടിട്ടില്ല. ഒന്നും കാണാതെ ഭയങ്കര സട്ടിൽ ആക്ടറാണ്. ആൻഡ് ഓൾസോ ഇവിടുത്തെ ഒരു ആക്ടറിനെ പറ്റിയാണ് ഈവൻ കമ്പയർ ചെയ്ത ആൾക്കാർ പറയാറുണ്ട്. ఇదొన్న కట్టే నేను ఎందుకు మన వృత్తికి బాగుంటుంది. ఒకసారి గర్వాన్ని ఎత్తికెక్కితే చచ్చేదాకా పోదంటారు కదా. ഇന്ന് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേര് പല ഭാഷയിലെ സിനിമയിൽ പോയി അഭിനയിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് മലയാള സിനിമയിൽ നിന്ന് അഭിനയിച്ച് തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് ചുവട് വെച്ച ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ആക്ട്രസ് ദീപ തോമസ്. വെൽക്കം ടു മൂവിമെൻ. ഹായ്. ആദ്യം തന്നെ നമുക്ക് സിനിമ വിശേഷത്തിൽ തന്നെ തുടങ്ങാം. അപ്പം എങ്ങനെയാണ് ഈ തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? ഹൗ ഡിഡ് ദേ ഫൈൻഡ് ഇറ്റ്? മലയാള ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് വന്നത്? ഇതെനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഫിലിമിലേക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ ലുക്സ് ഉള്ള ഒരു ആർട്ടിസ്റ്റിനെയായിരുന്നു നോക്കിയിരുന്നത്. ഒരു നേഴ്സ് ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരാൾ ആണ് കണക്ട് ചെയ്ത് തരുന്നത്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, നോക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ഓക്കെ, നറേഷൻ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നറേഷൻ ഞാൻ അവിടെ പോയി കേട്ട് തിരിച്ചു വന്ന് ഒരു 1 day കഴിഞ്ഞപ്പോൾ എന്നോടൊരു ചെറിയൊരു ഓഡീഷൻ ക്ലിപ്പ് അയക്കണം എന്ന് പറഞ്ഞു. ആ ഓഡീഷൻ ക്ലിപ്പ് എങ്ങനെയാണ്, അവർ ടംഗ്ലീഷിലാണ് അയച്ചു തന്നത്. ഇത് നിനക്കറിയാവുന്ന രീതിയിൽ അത് പോർട്രേ ചെയ്യാൻ, ആ ഒരു സീൻ മാത്രം. അപ്പം ഞാനിരുന്നിട്ട് മൊത്തം വേറെ ഒന്നും തന്നില്ല. എന്താണ് ആ ഡയലോഗ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നില്ല. ഞാനത് പോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് പിന്നെ അത് ഓഡിഷൻ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണേ. പിന്നെ ഒരു 2 days കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഈ റോളിലേക്ക് കൺഫേംഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക എന്തൊക്കെയോ ആണ് ഞാനന്ന് ഓഡിഷൻ അയച്ചു കൊടുത്തത്. കാരണം ലാംഗ്വേജ് ബാരിയർ ഉണ്ടല്ലോ. അപ്പം ബട്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. വെങ്കിടേഷ് മാഹ ആണ് ഇതിൻ്റെ ഡയറക്ടർ. സത്യദേവ് എന്ന് പറഞ്ഞൊരു ആക്ടറാണ് റാവ് ബഹദൂർ എന്ന് പറഞ്ഞ റോൾ ചെയ്യുന്നത്. സോ ഐ എം വെരി ബ്ലെസ്ഡ് വെൻ ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ സത്യദേവിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ എന്തായിരുന്നു? സത്യദേവ് ആക്ച്വലി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് പുള്ളി ഒരു ഭയങ്കര സട്ടിൽ ആക്ടറാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നമുക്ക് മലയാളികൾക്കൊക്കെ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ഇമോഷൻസ് ആണ് പുള്ളിയുടെ. ആൻഡ് ഓൾസോ ഇവിടുത്തെ ഒരു ആക്ടറിനെ പറ്റിയാണ് ഈവൻ കമ്പയർ ചെയ്ത ആൾക്കാർ പറയാറുണ്ട്. സോ ഐ ഡോണ്ട് വോണ്ട് ടു പുട്ട് ഹിസ് നെയിം ദെയർ. അവരുടെ ഇമോഷൻസ് ഒക്കെ വളരെ സിമിലർ ആണ്. യൂഷ്വലി ഞാൻ കണ്ട നടന്മാരിൽ, ഇപ്പം ഞാൻ വർക്ക് ചെയ്ത നടന്മാരിൽ ഈ സിനിമയ്ക്ക് അവർക്ക് ഒരുപാട് ലെയേഴ്സ് ആൻഡ് ലെയേഴ്സ് ഓഫ് മേക്കപ്പും അതേപോലെ പ്രോസ്തറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഐ ഫെൽ സോ ഹാപ്പി ദാറ്റ് ഇങ്ങനൊരു ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത്രയും ഇതൊക്കെ വെച്ച് പെർഫോം ചെയ്യണമല്ലോ, അതിന് ഒരുപാട് ക്ഷമ വേണം. ഞാൻ കണ്ടതിൽ പുള്ളിക്ക് ഈ ഇത്രയും ആക്ടേഴ്സിൽ നല്ലൊരു ക്ഷമയുള്ള ഒരു ആക്ടറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ അവരുടെ പെർഫോമൻസ് ആണെങ്കിലും ഭയങ്കര രസമായിട്ടാണ് ഈ റാവ് ബഹദൂർ എന്ന് പറഞ്ഞ റോള് അയാൾ പോർട്രേ ചെയ്തേക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറുടെ നെയിം തന്നെയാണ് ഈ പടത്തിൽ റാവ് ബഹദൂർ. അതെ, റാവ് ബഹദൂർ. എന്താണ് ആ സിനിമ? ഈ സിനിമ ആക്ച്വലി ഒരു മാജിക്കൽ റിയലിസം ആണ്. ഇറ്റ്സ് നോട്ട് എ യൂഷ്വൽ സിനിമ ദാറ്റ് യു വാച്ച് ഇൻ തെലുഗു. കാരണം കുറേ ഇത് ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. പൊളിറ്റിക്കലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. റേസിസം ആണ് അതിൽ മെയിനായിട്ട് സംസാരിക്കുന്നത്. കറുപ്പ് നിറത്തെ എങ്ങനെയാണ് ഇവർ കാണുന്നത് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൽ എനിക്കൊരു കൊച്ചുണ്ട്. ആ കൊച്ചിന്
കൊച്ചു ബ്ലാക്കാണ്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള ആണ് ആക്ച്വലി സ്റ്റോറി തന്നെ പോണേ. അപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് റാവ് ബഹദൂർ. ദാറ്റ്സ് വാട്ട് ഞാൻ പറഞ്ഞ ബേസിക്കലി നമ്മൾ കാണുന്നൊരു തെലുഗു സിനിമയല്ല. അപ്പൊ ഇത് ആളുകൾക്കിടയിൽ വിവാദമാകാനുള്ള ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഓൾറെഡി അവിടെ ആയിരുന്നു. അത് അവിടെ സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണത്. അപ്പൊ ഈ വെങ്കടേഷ് മഹാ ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? വെങ്കടേഷ് മഹാ പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ, പുള്ളിയുടെ ഒരു സിനിമയുണ്ട് കെയർ ഓഫ് കഞ്ചിറപ്പാലം എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ ഇവിടെ റീമേക്ക് ആയിട്ടുണ്ടായിരുന്നു. കഥ ഇന്നുവരെ എന്നൊക്കെ. ജഗദീഷും നിഖില വിമൽ അവരൊക്കെ പോർട്രേ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്. ആ സിനിമ കെയർ ഓഫ് കഞ്ചിറപ്പാലം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കഥ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? ആ സിനിമ അതിന്റെ ഒറിജിനൽ സിനിമ, അതൊരു ക്ലാസിക് ഫിലിമാണ്. ഈവൻ കഥ ഇന്നുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ് തെലുഗുവിൽ. അപ്പൊ അവരുടെ പുതിയ സിനിമയിലേക്ക് ഈവൻ മഹേഷിന്റെ പ്രതികാരം ഇല്ലേ, അത് അവിടെ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മഹേഷിന്റെ പ്രതികാരം അവിടെ റീമേക്ക് ചെയ്ത് വന്നപ്പോൾ ട്രോളാൻ വേണ്ടിയിട്ട് ആ പടം കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇത് ഇത്രയും നല്ല സിനിമയൊക്കെ പോയിട്ട് അവിടെ പോയി റീമേക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആയിരുന്നു, അവർ ചെയ്ത രീതികളും. അപ്പോൾ ഓൾറെഡി ഞാൻ അവരുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോള് വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത് മഹേൻ്റെ നെക്സ്റ്റ് ഫിലിമിലേക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് കോളായിരുന്നു. ഐ ഫെൽ സോ ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. അതിൽ പുള്ളി അഭിനയിച്ചിട്ടുമുണ്ട് ഈ സിനിമയിൽ. ഈസ് എൻ ആക്ടർ ടു. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയോ? രേണുക എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. BSc ഒരു നേഴ്സായിട്ടാണ്. അപ്പോൾ റിയൽ ലൈഫിൽ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണത്. ഒരു നേഴ്സ് പരിപാടി വരിക എന്നുള്ളത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു സാധനമാണ്. ഹി ഡിഡ്ന്റ് ഈവൻ നോ ദാറ്റ് ഞാനൊരു നേഴ്സാണെന്നുള്ളത്. പിന്നെ പുള്ളി എൻ്റെ ഒരു സിനിമയും കണ്ടിട്ടില്ല. ഒന്നും കാണാതെ ഞാൻ അതെപ്പോഴും ഇങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് പ്രത്യേകം ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ ഏത് സിനിമ കണ്ടിട്ടാണെന്നെങ്കിലും നമുക്ക് ഇപ്പം മജൂക്ക് എന്നെ പെരുമാനിയിൽ എടുക്കുന്നത് സുലൈഖ മനസ്സിൽ കണ്ടിട്ടാണ്. അപ്പം അതുപോലെ എന്തെങ്കിലും ഒരു സിനിമയും കണ്ടിട്ടില്ല. ദേ വാണ്ടഡ് എ ഫേസ് ദാറ്റ് ലുക്ക് ലൈക്ക് എൻ ആംഗ്ലോ ഇന്ത്യൻ, അതായിട്ട് കണക്റ്റ് ആവുന്ന. പിന്നെ എനിക്കറിയില്ല, അതാ ഞാൻ പറഞ്ഞത്, ലൈക്ക് നിമിത്തം പോലെ നടന്നതായിരിക്കാം. ഈ ഒരു ഫിലിമിലെ ഡ്രസ്സിങ് ആണെങ്കിൽ പോലും ഒരു 60s 70s കാലഘട്ടത്തിലെ ഒരു ഡ്രസ്സിങ് പോലെ നമുക്ക് തോന്നി. അതിനെക്കുറിച്ച് ഒന്ന് പറയുക. ഇത് 90s 60s കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഒരു പീരിയഡ് ഫിലിം എൻ്റെ ഭാഗമാവണം എന്നുള്ളത്. അപ്പം ഇതിലെ കോസ്റ്റ്യൂംസ് നമ്മളിപ്പോൾ ഈ ഫാബ്രിക് സോഴ്സ് ചെയ്യാൻ നോക്കിയാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഉള്ളൊരു പ്രോസസ്സാണ്. ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തേക്കുന്നത് ശില്പ GNS എന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂം ഡിസൈനറാണ്. അവർ നല്ല അടിപൊളിയായിട്ട് കോസ്റ്റ്യൂംസ് അവർ അത് ആ 90s 60s എങ്ങനെ ഒരു ആംഗ്ലോ ഇന്ത്യൻ വുമൺ എങ്ങനെ നടക്കണു, അതേപോലെ അതിന് ശേഷമുള്ള ഏജ് കാറ്റഗറി അത് കാണിക്കുന്നുണ്ട്. ഒരു അമ്മയാവുന്നതും അതിന് കൊച്ചുണ്ടാവുന്നതും ഒക്കെ ഓരോ ആ ഒരു ഏജ് ഇത് കാണിക്കുമ്പോഴും അവർ സെലക്ട് ചെയ്യുന്ന ഈ പണ്ടത്തെ കാലത്തുള്ള കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, പോൾക്ക ഡോട്ട്സും അങ്ങനത്തെ സാരികളും ഒക്കെ ഭയങ്കര രസമായിട്ടാണ് അവർ കാണിച്ചേക്കുന്നത്. അതിൽ റോയൽ സാരി കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂംസാണ്. ഇത്രയും അതിന് കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കുറേ സ്ഥലങ്ങളിൽ പോയി സോഴ്സ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അതേപോലെ അതിൽ എല്ലാ ക്യാരക്ടേഴ്സിനും അവർ പ്ലേസ് ചെയ്ത് റാവ് ബഹദൂർ സത്യദേവിൻ്റെ ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഇപ്പം പിന്നും എന്നുള്ള അവസ്ഥയിലുള്ള സാധനങ്ങളാണ്. കാരണം ആ ഫാബ്രിക് പണ്ടത്തെ ഒരു ഫാബ്രിക് ഉണ്ടല്ലോ, ആ ഒരു മെറ്റീരിയൽ ഫ്ലോറൽസ് അതൊക്കെ അവർ ഓപ്ഷനിൽ എടുത്തിട്ടുള്ള സാധനങ്ങളാണ്. ബോംബെയിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിലും അവർ അങ്ങനെ എടുത്ത് ഒരുപാട് നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കറക്റ്റ് ആ സെറ്റിലേക്ക് പോകുമ്പോൾ തന്നെ 90s 60s നമ്മളെങ്ങനെയാണ് നമ്മൾ പല പല സിനിമകളിൽ കാണുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര വർക്കായിരുന്നു ആ പടത്തിൽ. അപ്പോൾ ഈ റാവ് ബഹദൂറിലെ ദീപയുടെ ഒരു ഇമോഷണൽ സീന് പ്രേക്ഷകർക്കിടയിൽ ഭയങ്കരമായിട്ടൊരു ശ്രദ്ധ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീന് ചെയ്യുമ്പം ഹൗ ഡിഡ് യു ഫീൽ? അതിലൊരു സീൻ എൻ്റെ ലൈഫിൽ എനിക്കങ്ങനെ ഇമോഷണൽ സീൻസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഒരു ഈ സീനിൽ എൻ്റെ ലൈക്ക് എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ ഉള്ളൊരു സീനാണ്. സോ ലൈഫിൽ എനിക്ക് അങ്ങനെ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒരു ഇല്ല. അപ്പം ഐ വാണ്ടഡ് ടു തിങ്ക് അബൌട്ട് സംവൺ
നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ നോക്കി നടത്തിയ ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ആണത്. സോ ആ സമയത്ത് ഞാൻ പ്ലേസ് ചെയ്തത് എൻ്റെ ഡോഗിനെയാണ്. എൻ്റെ ഡോഗ് അവറാച്ചൻ എന്നാണ് എൻ്റെ പേര്. അപ്പം അതിനെയാണ് ഞാൻ ചെറുപ്പം മുതലേ വളർത്തി നോക്കി കൊണ്ടു നടന്നത്. അപ്പം അങ്ങനെ ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ് ഔട്ട് ആകുമ്പോൾ ഉള്ളൊരു സാധനം. സോ ഐ പ്ലേസ്ഡ് മൈസെൽഫ് ദെയർ. അതാലോചിച്ചിട്ടാണ് അന്ന് ഞാൻ ആ സീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സീൻ എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്. ആ സമയത്ത് എനിക്ക് അതൊന്ന് ഔട്ട് ആവണമെന്നുണ്ട്. പക്ഷെ ദാറ്റ് വർക്ക്ഡ് ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഔട്ട് ദെയർ. ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്തൊരു സീനാണത്. ബിക്കോസ് ഇറ്റ്സ് വെരി ക്ലോസ് ടു മീ. അത് ചെയ്യുമ്പോഴും ഞാൻ വിചാരിച്ചത് അത് ഓരോ ആൾക്കാർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റണേന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ആ സീൻ ഞാൻ ചെയ്യണത്. ഐ എം ഹാപ്പി ദാറ്റ് ആൾക്കാർക്ക് അത് കണക്ട് ആയതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ആ ഒരു സീൻ ചെയ്യുമ്പം ബാക്കിയുള്ളവരിരുന്ന് കാണുകയാണല്ലോ, അപ്പൊ അവരുടെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടായോ? ഞാൻ അത് കണ്ടിട്ടില്ല. ബട്ട് എൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൻ ഹി കോൾഡ് എ ലോട്ട് ഓഫ് ലൈക്ക് ഫ്രണ്ട്സ് ഡയറക്ടേഴ്സ് വന്നപ്പം ദേ മെൻഷൻഡ് ആൻഡ് ദേ വെർ വെരി ഇമോഷണൽ. സന്ദീപ് വാങ്ങറെഡ്ഡി ആ സീൻ കണ്ടപ്പം പുള്ളി ഇമോഷണലായി എന്നുള്ളത് സാറ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതേപോലെ ബിക്കോസ് ഹി വാസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. പിന്നെ എനിക്ക് ഈവൻ ഹി ടോക്ക് ടു മീ ഇൻ ദ തിയേറ്റർ. ആ സമയത്ത് എന്നോട് വന്ന് പറഞ്ഞായിരുന്നു ദറ്റ് സീൻ യു റിയലി ഡിഡ് ഇറ്റ് വെൽ എന്ന് പറഞ്ഞപ്പോഴും ഐ ഫെൽ സോ പ്രൗഡ് ദാറ്റ് ഓക്കെ സംതിങ് ദാറ്റ് ഐ ഹവ് ഡൺ. ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതിൽ more than a validation, it's a responsibility being an actor. That is what I felt that time. ഈ രേണുക എന്നൊരു ക്യാരക്ടറിലേക്ക് എത്താൻ ഒരുപാട് പ്രിപ്പറേഷൻ ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അറൗണ്ട് ഒരു 6 months അതിന് ടൈം കൊടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. 2 years ആയിരുന്നു അതിൻ്റെ ജേർണി. അതിൽ 6 months മാത്രം നമുക്ക് വർക്ക്ഷോപ്സും ക്ലാസ് ലൈക്ക് തെലുഗു എനിക്കറിയാത്തൊരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിന് അത്യാവശ്യം പ്രിപ്പറേഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ എവറി ഡയലോഗ്സ് നമ്മൾ പ്രയർലി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓൺ സെറ്റ് പോയിക്കൊണ്ടിരുന്നത്. സോ പിന്നെ ഒരുപാട് പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, ചെറിയൊരു സെഗ്മെന്റിലേക്ക് നമുക്ക് പോവാം. പണി സെഗ്മെന്റ് സിമ്പിൾ ആണ്. ദിസ് ഓർ ദാറ്റ്, ടീ ഓർ കോഫി? രണ്ടും എനിക്ക് ഇഷ്ടം. രണ്ടും ഇഷ്ടമില്ല? ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ രാവിലെ എനിക്ക് കോഫി കിട്ടുകയാണെങ്കിൽ വൈകുന്നേരം ചായ. ഓക്കെ. ഇൻസ്റ്റഗ്രാം റീൽസ് ഓർ യൂട്യൂബ് ഷോർട്സ്? ഇൻസ്റ്റഗ്രാം റീൽസ്. ബീച്ച് ഓർ മൗണ്ടൻസ്? ബീച്ച്. സാരി ഓർ ഓവർ സൈസ്ഡ് ടീഷർട്ട്സ്? സാരി. കോസ്റ്റ്യൂമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും ഒരുപാട് കണ്ടിട്ടുണ്ട്. നല്ല ഡ്രസ്സിങ്സ് ഉണ്ട്. ഇങ്ങനെ ചൂസ് ചെയ്യില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോസ്റ്റ്യൂംസ്. എനിക്ക് ക്ലോത്ത്സ്, അതേപോലെ കളേഴ്സ്, ഫാബ്രിക്സ് സോഴ്സ് ചെയ്യുക, ഇതെനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഐ ഹാവ് എ ക്ലോത്തിങ് ബ്രാൻഡ് ഓൾസോ, ടെക് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ ഞാൻ കൊടുത്തേക്കുന്ന കളക്ഷൻസ് ആണെങ്കിലും ഐ സോഴ്സ് ഇറ്റ്സ് നോട്ട് ഡയറക്റ്റ് ഫ്രം ദ മാനുഫാക്ചർ. നോ, ഐ ജസ്റ്റ് ഗോ സോഴ്സ് ഓൾ ദ ഫാബ്രിക്സ്. അതിന് പറ്റിയ ഈവൻ ടാസൽസ് എല്ലാം നമ്മൾ ഡൈ ചെയ്തെടുത്ത് ആ പ്രോസസ്സ് എൻജോയ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അതിൽ മൊത്തം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി ക്ലോത്തിങ്ങും ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണ്. സോ ദാറ്റ്സ് മൈ ഗോ. എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് മൈൻഡ് കൊടുക്കാൻ ഇഷ്ടമുള്ളത് ക്ലോത്തിങ്ങിലാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ. ഹീൽസ് ഓർ സ്നീക്കേഴ്സ്? സ്നീക്കേഴ്സ്. അൺലിമിറ്റഡ് ബിരിയാണി ഓർ അൺലിമിറ്റഡ് ഡെസേർട്സ്? അൺലിമിറ്റഡ് ബിരിയാണി. കോഴിക്കോട് കോഴിക്കോട് ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഞാൻ പറയുകയാണെങ്കിൽ പാരഗൺ ഉണ്ട്. ബോംബെ എനിക്കിഷ്ടം. പിന്നെ ഹുസൈൻസ് ബിരിയാണി, കുറെ ഓപ്ഷൻസ് ഉണ്ട്. റഹമത്ത്, ഹുസൈൻസ് ബിരിയാണി കുറെ ഉണ്ട്. എനിക്കതിങ്ങനെ ഒന്നെടുക്കാൻ ഭയങ്കര പാടാ. ഓക്കെ. 1 perfect role or 10 commercial hits? 1 perfect role or 10 commercial hits. Perfect role or ജീവിക്കണം. 10 commercial hits. മലയാള സിനിമ or pan Indian project? മലയാളം സിനിമ or pan Indian? മലയാളം സിനിമ, ദാറ്റ് ഇസ് എ പാൻ ഇന്ത്യൻ പ്രോജക്റ്റ്. ഓക്കെ. ഈ ക്യാരക്ടറിലേക്ക് വരാൻ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായോ രേണുക എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് വരാൻ? രേണുക സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ ഈ സിനിമേൻ്റെ റോളിൽ ഈ രേണുക എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫ് വരെ ഐ വാസ് വെരി ഹാപ്പി, എക്സ്ട്രോവേർട്ട്,
പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും ഇറ്റ്സ് ദ ഓപ്പോസിറ്റ്. അത് ഭയങ്കര ഞാൻ ഒരിക്കലും അല്ലാത്ത ഒരാളായിട്ട് പ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എ ലിറ്റിൽ ചലഞ്ചിങ് ഫോർ മീ എവറി സീൻസ്. ലൈക്ക് ഈ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് പെട്ടെന്ന് തെലുങ്കുവിലേക്ക് വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും, പിന്നെ തീർച്ചയായിട്ടും. കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അറിയാത്ത ലാംഗ്വേജ് ആണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനൊരു ഡയലോഗ് പറയുമ്പോൾ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർ ചിരിക്കായിരിക്കും, തിരിഞ്ഞിരുന്നൊക്കെ ചിരിക്കായിരിക്കും. കാരണം അത്രയും പേടിയായിരുന്നു. കാരണം ലാംഗ്വേജ് എന്തെങ്കിലും വാക്ക് മാറിപ്പോയ പോലെ. അപ്പോൾ ഞാൻ ഐ യൂസ് ടു ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അതേപോലെ സത്യദേവ് എന്ന് പറഞ്ഞ ആക്ടറാണെങ്കിലും മഹയാണെങ്കിലും ഇവരൊക്കെ നെവർ തോട്ട് ദാറ്റ് ഐ കുഡ് വർക്ക് വിത്ത് ദം. അപ്പം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തപ്പം ഡെഫിനറ്റ്ലി ആ ടെൻഷൻ ഉണ്ടാവാതിരിക്കും തോന്നുന്നുണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ഇമോഷണൽ സീൻ അഭിനയിച്ചപ്പം കുറേ ഡയറക്ടേഴ്സ് അപ്രിഷിയേറ്റ് ചെയ്തോന്നല്ല, ആ ഒരു അപ്രിസിയേഷൻ ഒരു കോൺഫിഡൻസ് ആയി എടുത്തിട്ടുണ്ടോ? കോൺഫിഡൻസ് ആയിട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് വൺ മേജർ തിങ് ദാറ്റ് ഒരു ആക്ടറിന് എപ്പോഴും ഒരു ഫയറാണത്. നമ്മളൊരു കാര്യം നന്നായിട്ട് ചെയ്തു എന്നുള്ള ഒരാളെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പം ഐ എം നോട്ട് എ പേഴ്സൺ, ഞാനതാ പറഞ്ഞ ഒരു വാലിഡേഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ടറല്ല. ബട്ട് വെൻ ഐ ഗോട്ട് ഇറ്റ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ ഷുഡ് ബി റെസ്പോൺസിബിൾ. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പം ഐ ഷുഡ് ബി റെസ്പോൺസിബിൾ ആസ് എൻ ആക്ടർ while I'm doing a role, whatever it is. ഭംഗിയായിട്ട് ചെയ്യണം, നന്നായിട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഓക്കെ. ഇപ്പം ഈ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തി? ഓക്കെ, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് സിനിമയല്ല മോഡലിങ്ങിനോടുള്ള ഇഷ്ടം വന്നത്. കോളേജ് പഠിക്കുന്ന സമയത്ത് ബേബി മെമ്മോറിയൽ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ അവിടുത്തെ ടീമാണെങ്കിലും ആർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. സോ ഞാൻ കുറേ ആർട്സ് ഫെസ്റ്റിവലിനൊക്കെ പോകുമായിരുന്നു. ആ സമയത്ത് മിസ് കോളേജ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് അവിടെ നടത്തും. ആ സമയത്ത് ഞാനതിൻ്റെ വിന്നറായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഐ വോണ്ടഡ് ടു ട്രൈ സംതിങ് ഔട്ട്സൈഡ്. മിസ് പേജൻസ് ട്രൈ ഔട്ട് ചെയ്യണം. അങ്ങനെ മിസ് മില്ലിനിൽ പോയി. ആ സമയത്ത് ടോപ്പ് 10 വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മിസ് സൗത്ത് ഇന്ത്യയിൽ പോയിട്ട് റണ്ണറപ്പായി. ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്കെ, എനിക്ക് ഇങ്ങനൊരു സംഭവം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം, മോഡലിംഗ് ട്രൈ ഔട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് ആഡ് ഷൂട്ട്സും ഇങ്ങനത്തെ വർക്ക്സൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ എൻ്റെ ചേച്ചി എന്നോട് പറയുന്നത്, ദീപ്തി എന്നോട് പറയണത്, മോഡലിംഗ് മാത്രം നോക്കാണ്ട് ആക്ടിങ് ഓഡീഷൻസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഐ ഗേവ് എ ട്രൈ. അപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ അതിന് മുന്നേ? ഷോർട്ട് ഫിലിം ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഉണ്ണിൻ്റെ കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനല്ല, വേറൊരു ഉണ്ണി. ഈസ് എ ഗ്രേറ്റ് ആക്ടർ. ഞാൻ രേഖാചിത്രം കണ്ടിട്ടില്ലേ? അതിൽ ഒരു ഉണ്ണീനെ അറിയില്ലേ? രേഖാചിത്രത്തിൽ അവൻ ഹീസ് മേർഡറിങ് രേഖാചിത്രത്തില് അനശ്വരൻ ചെയ്യുന്ന ക്യാരക്ടറിനെ മേർഡർ ചെയ്യുന്ന രണ്ടുപേരും. അതെ, അതാണ് ആ ആക്ടറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പടച്ച തമ്പുരാന് ഉണ്ണി തന്നെയാണല്ലേ. ഈ ആക്ടിങ്ങിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ആക്ടറുടെ നെയിം അല്ലെങ്കിൽ ഒരു ആക്ട്രസിന്റെ നെയിം പറഞ്ഞ ആരായിരിക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള? എനിക്ക് ആക്ട്രസിൽ ജൂലിയ റോബർട്സിനെ ഭയങ്കര വെക്കാം, ഭയങ്കര ഇഷ്ടമാണ് ജൂലിയ റോബർട്സ്. ആക്ടർ ഐ ലവ് തിലകൻ സർ. ഓക്കെ, എന്തെങ്കിലും റീസൺ? തിലകൻ സാർ ലോട്ട് ഓഫ് റീസൺസ്. ആസ് ആൻ ആക്ടർ ഡെഫിനറ്റ്ലി ഒരു റിമാർക്കബിൾ ആക്ടറാണ് എവിടെയും നമുക്ക്. ആൻഡ് ഓൾസോ ഹിസ് ഒപ്പീനിയൻസ്, പുള്ളി പറയുന്ന ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഹി ഡസൻ ഫിയർ എനി വൺ. ആ ഗട്ട്സ് ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര വർക്കാണ്. തിലകൻ സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ചോദിക്കുകയാണെങ്കിൽ ഏത്? 2-3 പടം പറഞ്ഞു, കുറേ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ. ഐ വുഡ് സേ എനിക്ക് പുള്ളിയുടെ ഇഷ്ടം പോലെ പടങ്ങളുണ്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഗോഡ് ഫാദർ എനിക്കിഷ്ടമാണ്, കിരീടം ഇഷ്ടമാണ്, കണ്ണെഴുതും പൊട്ടും തൊട്ട്, പിന്നെ സ്ഫടികം, ഉസ്താദ് ഹോട്ടൽ ഞാൻ പറഞ്ഞു, ഉസ്താദ് ഹോട്ടൽ, ഇഷ്ടംപോലെ പടങ്ങളുണ്ട് പുള്ളിയുടെ. ഓക്കെ, ഇപ്പൊ ദീപ തോമസ് അഭിനയിച്ചിട്ടുള്ള പടത്തില് ഇപ്പം അത് കണ്ടിട്ട് ഫസ്റ്റ് ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടാവില്ലേ, ഇത് നീ ചെയ്തത് നന്നായി, അത് ഓർമ്മയുണ്ടാവും? ഏതാ ഫസ്റ്റ് കിട്ടിയൊരു അപ്രിസിയേഷൻ സിനിമയിൽ അഭിനയിച്ചിട്ട്? ആരെങ്കിലും വിളിച്ചു പറയോ അല്ലെങ്കിൽ നേരിട്ടോ ഇത് നല്ല രീതിയിൽ ചെയ്തു? ഫസ്റ്റ് കിട്ടിയ അപ്രിസിയേഷൻ പാരൻസ് തന്നെയാണ്. അച്ഛനൊരിക്കലും പറയാറില്ലായിരുന്നു.
അമ്മ അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു, അമ്മയും സിസ്റ്ററും. എൻ്റെ അനിയനെ എപ്പോഴും പറയും കൊള്ളത്തില്ല, ചെയ്തത് കൊള്ളത്തില്ല. എൻ്റെ ഫാമിലി തന്നെയാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അപ്രിസിയേഷൻ. ലൈക്ക് ഫസ്റ്റ് കിട്ടിയ അപ്രിസിയേഷൻ. ഓക്കെ, നമുക്ക് ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്ക് പോവാം. വൺ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് യു. one word that describes me, the go-getter. Go get. Okay, first thing you do after pack up. First thing I do, മേക്കപ്പ് അഴിച്ചാളെ. മേക്കപ്പ് അയച്ചുകളെ. പിന്നല്ലുണ്ട്. Okay. One Malayalam actor you had loved to work with again. Again. പിന്നെ മലയാളത്തിൽ ഒരു ആക്ടർ കൂടെ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അത് ആരുടെ കൂടെ ആയിരിക്കണം? അങ്ങനെ ചോദിച്ചാല് അല്ലെങ്കിൽ അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആരുടെ കൂടെ അഭിനയിക്കണം എന്നാണ്? ഇഷ്ടപ്പെടുന്ന ഒരാള് would be ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ. Yes. എന്നുവെച്ചാൽ മമ്മൂക്ക, ലാലേട്ടൻ ആരെങ്കിലും പറയുന്നു. ഓക്കെ, ദീപയുടെ ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ്സ് ഉണ്ട്? എൻ്റെ റെഡ് ഫ്ലാഗ്സ് എൻ്റെ റെഡ് ഫ്ലാഗ്സ് എനിക്കങ്ങനെ റെഡ് ഫ്ലാഗ്സ് ഒന്നുമില്ലടാ. ഒന്നുമില്ല. ഇല്ല, ഞാൻ ഒരു ഗ്രീൻ ഫോറസ്റ്റ്. ഓക്കെ, എന്നാലും ഒന്നുമില്ലേ? മൈറ്റ് ബി ആങ്കർ. ആങ്കർ. കുറച്ച്. ഓക്കെ, ലാസ്റ്റ് തിങ് യു ഗൂഗിൾഡ്. ഗൂഗിൾഡ്. ലാസ്റ്റ് തിങ് ഐ മൈറ്റ് ഗൂഗിൾ. ചെക്ക് ചെയ്യട്ടെ, ഫോണൊന്നും ചോദിക്കരുത്, നോക്കട്ടെ പറയാൻ പറ്റുന്നതാണോ. ലാസ്റ്റ് തിങ് ഐ ഗൂഗിൾഡ്, കാനഡ ടൈം നൗ. കാനഡയിൽ ആരോ? ചേച്ചി. ഓ, ചേച്ചി കാനഡയിലാണ്. ഓക്കെ, വൺ തിങ് യു ക്യാൻ നെവർ ലീവ് ഹോം വിത്തൗട്ട്. വൺ തിങ് I can't. Okay. Phone. ഓക്കെ, ദീപയുടെ ലൈഫ് ഒരു മൂവി ആണ് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ടൈറ്റിൽ ഇടും? The Go-Getter. അതിനാണ് പിന്നെയും. ആ. ഓക്കെ, ഒരു ഡയറക്ടർ ദീപയുടെ അടുത്ത് വന്ന ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പറയാണ്, സ്ക്രിപ്റ്റ് പോലും വായിക്കാണ്ട് യെസ് പറയുകയാണെങ്കിൽ അത് ഏത് ഡയറക്ടർ എന്ന് പറയുമ്പോഴായിരിക്കും? ക്രിസ്റ്റഫർ നോളൻ. ഒഡീസി കണ്ടോ? ഓക്കെ, അതിൽ അഭിനയിക്കാൻ പറ്റട്ടെ എന്തെങ്കിലും ആഗ്രഹിക്കാലോ, ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാലോ. ഓക്കെ, സോ August 7th രാഹു ബഹദൂർ നെറ്റ്ഫ്ലിക്സിൽ റിലീസാണ്. എല്ലാവരും പടം കാണണം. ഇനി ഒരുപാട് പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ക്രിസ്റ്റഫർ നോളന്റെ കൂടെ പടത്തിലൊക്കെ അഭിനയിക്കണം എന്നാണ് പറയുന്നത്. ഒക്കെ എല്ലെങ്കിലും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.